കേരളയാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ജനുവരി 1 മുതൽ 17 വരെയാണ് നേരത്തെ തീരുമാനിച്ചത്. 17-ന് തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായ രൂപത്തിൽ അതിൻ്റെ സമാപനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത് പരിശുദ്ധമായ റജബ് മാസത്തെ 27 പരിഗണിച്ച് 16-ലേക്ക് മാറ്റിയതായി എല്ലാവരെയും അറിയിക്കുകയാണ്. ഭയങ്കര മാറ്റലായിപ്പോയി. 17-നുള്ളത് റജബ് 25-നെ പരിഗണിച്ച് 16-ലേക്ക് മാറ്റി. ഈ 16-നാണ് റജബ് റിവൈൻ്റെ രാവ്. രാവ് എന്നത് അതിൻ്റെ തലേന്നുള്ള രാവ്, അതും അറിയില്ലേ? ഇപ്പൊ ബറാത്ത് നമ്മൾ മാസം കണ്ടപ്പോണ്ടില്ല, രണ്ടും കാലിമാർ എഴുതി വിടുന്നത്. ബറാത്ത് നോമ്പ്, ബറാത്ത് രാവ്. അപ്പൊ രാവാണ് ആദ്യം വരിക. അപ്പൊ 27 റജബിനെ പരിഗണിച്ചുകൾ മാറ്റിയാൽ ആ മാറ്റുമ്പോ അത് 15-ലേക്ക് മാറ്റേണ്ടിയിരുന്നു. ഇത് മുജാഹിദ് സമ്മേളനമാണ്, ഞങ്ങളിത് പറയൂല. ജമാഅത്തെ ഇസ്ലാമിന്റെ സമ്മേളനത്തിനത് ഞങ്ങൾ പറയൂല. പക്ഷെ ഞങ്ങൾ പറയുന്നത് സുന്നികളാണ് എന്നാണ്, അതും ഡബിൾ സ്ട്രോങ് സുന്നി എന്നാണ്. EK ഉസ്താദിന് വരെ സുന്നി പോരാത്തോർന്ന് നീച്ചു വന്നതാങ്ങള്. എന്നിട്ടാണ് മഹത്തായൊരു രാത്രിയിൽ, അത് തന്നെ രാത്രിയിൽ കൂടിയിട്ട് വളർന്നു കൊടുക്കാൻ ഈ പ്രശ്നമല്ല. മഗ്‌രിബ് മുതൽ 2-3 മണിക്കൂർ രാഷ്ട്രീയക്കാരുടെ പരസ്പരം വെളുപ്പലക്കലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാണ് കുറഞ്ഞ സമയം. ലാസ്റ്റ് പറഞ്ഞ നമുക്കൊരു യാസീനോദാന്നൊക്കെ പറഞ്ഞിരുന്നു. അവസാനം പറയുന്നുണ്ട് 10 മണിക്ക് നിർത്തണോണ്ട് എല്ലാം കൂടി വേഗം നിർത്തുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഓർമ്മല്ലേ അത്? ആ രാത്രി മുഴുവങ്ങൾ നശിപ്പിച്ചില്ലേ? വെള്ളിയാഴ്ചയായിരുന്നു അന്ന്. പള്ളിയിൽ സ്ഥലം പോലുമില്ലാതെ ജുമുഅ മുടങ്ങിയത് എത്ര ആൾക്കുണ്ട്? ഒക്കെ നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ വലിയ ശരീഅത്തിന്റെ ആൾക്കാരല്ലേ, ഔലിയാക്കന്മാരെ ശരീഅത്ത് നോക്കുന്നവരല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ലൈലത്തുൽ മിഅ്റാജിന് രാഷ്ട്രീയക്കാരെ കൊണ്ടുവന്ന് അണികളെ മുന്നിലിരുത്തി സമ്മേളനം നടത്തിച്ചത്. നിങ്ങളെ കയ്യിൽ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട ഒരു ചുക്കുമില്ല. ആര് പറഞ്ഞ പോലെ, ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ ഒന്നുമില്ല എന്ന് വ്യക്തമായ സമ്മേളനം. ഇനി ആർക്ക് എങ്ങനെയാ മനസ്സിലാക്കണ്ടി? പേരോട് ഒന്നുകൂടി വന്നോട്ടെ. ആൾ പറയും ഞങ്ങൾ മാറ്റിവെച്ചു. ഇതിങ്ങനെ വലിയ പവറിൽ പറയാ. മാറ്റി വെക്കേണ്ടത് അപ്പോഴും അവിടെ തന്നെയാണ്. അപ്പോഴോ മനസ്സിലാണില്ല. നമ്മളിത് പറഞ്ഞപ്പോ, കോട്ടക്കെന്ന് പറഞ്ഞപ്പോഴാണ് കുറെ എണ്ണം മെസ്സേജ് അയക്കണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലേ? ഇനിയിപ്പോൾ എന്താ, എനിക്ക് 2 ആഴ്ച മുമ്പ് പറഞ്ഞുകൂടെ എന്നാണ്. ഞങ്ങളെ എക്സിക്യൂട്ടീവിന്റെ ചെയർമാനാ. നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ നേരത്തെ രണ്ടാമത് നിശ്ചയിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഇത് ഓർക്കണ്ടായി. റജബ് 27-ന് ആ രാത്രി ആരെങ്കിലും കൊണ്ടുപോയി ഈ സമ്മേളനം വെക്കും. അപ്പൊ നിങ്ങളും ദീനുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് പച്ചവെള്ളം പോലെ വ്യക്തല്ലേ. പേരോട് ഒരു അവസരം കൂടി കൊടുക്കും. മൂന്നാം കേരള യാത്ര നടത്തുന്നു. അത് ഈ 1-ാം തീയതി ആരംഭിക്കും. അത് റജബ് 27-ന്റെ നോമ്പിന്റെ അന്ന് ജനുവരി 17-ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന വിധത്തിലായി പോയി. നമ്മൾ തീരുമാനിച്ചത് മാസം കണ്ടില്ല, അതുകൊണ്ട് അത് 17-ന് തീരുന്ന വിധത്തിലായി. മാസം കാണാത്ത വിവരം അറിഞ്ഞപ്പോൾ നമ്മളത് മാറ്റി 16-ലേക്ക് സമാപനം ആക്കി നിശ്ചയിച്ചു. കാരണം അന്നത്തെ നോമ്പ് നഷ്ടപ്പെടരുത് എന്നതുകൊണ്ടാണ് ആ നോമ്പിനെ പരിഗണിച്ചതാണ്. നമ്മുടെ സംഘടന, നമ്മുടെ പ്രസ്ഥാനം എപ്പോഴും ദീനിന് പ്രാമുഖ്യം നൽകി പ്രവർത്തിക്കുന്ന സംഘടനയും പ്രസ്ഥാനവുമാണ്. അതുകൊണ്ടാണ് അതിന്റെ സമാപനം തലേ ദിവസത്തേക്ക് മാറ്റിയത്. അതാണ് കണ്ണങ്ങൾ എന്ത് ജാതി വിടലായി വിടുന്നു. ഓല സംഘടന ദീനിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുകൊണ്ടാണ് 17-നുള്ളത് 16-ന് മാറ്റിയിട്ട് ലൈലത്തുൽ മിഅ്റാജ് കൊളാക്കി കൊടുത്തത്. ലൈലത്തുൽ മിഅ്റാജ് നശിപ്പിച്ചു കൊടുത്തത് അത് ഞങ്ങളെ സംഘടന ദീനിന് നൽകുന്ന പ്രാമുഖ്യം അറിയിക്കുന്നു എന്നാണ്. എവിടേക്കാണ് ഈ പോക്ക്? എങ്ങോട്ടാ നിങ്ങളെ പോക്ക്? ഏതാ മിഅ്റാജിന്റെ രാവിന്റെ പവർ? അത് ഞങ്ങൾ പഠിപ്പിച്ചു തരാ. AP അബൂബക്കർ മുസ്ലിയാരെ തന്നെ കൊണ്ടുപോവാ. ഇവിടെ മുൻകഴിഞ്ഞ ഔലിയാക്കന്മാര് ജീവിച്ചിട്ടുണ്ട്. മഹാനരായ സുൽത്താനുൽ ആരിഫീൻ വടകര മുഹമ്മദാജി തങ്ങൾ ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു, താഴേക്കോട് ഹസൻ മുസ്ലിയാർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മഹത്തുക്കളായ നമ്മുടെ മുൻഗാമികൾ മിഅ്റാജിന്റെ രാവിലെ നൽകിയ ബഹുമതി എത്രയാണ്? വടകര ചെറുവണ്ണൂരിൽ നിങ്ങൾ ചെന്നു നോക്ക്. വടകര മുഹമ്മദാജി തങ്ങളുടെ ഹയാത്ത് കാലം മുതൽക്ക് തന്നെ
അവര് മേറാജ് നേർച്ച നടത്തുന്ന ദിവസം. അത് മേറാജ് നേർച്ച EK ഉസ്താദുള്ള കാലം, ശംസുലുലമയുള്ള കാലം, ആ കാലത്ത് മുടങ്ങാതെ പോകുന്നു അവിടെ. ആ രാത്രിയിൽ വേറെ പരിപാടി ഏൽക്കൂല. അത് പഠിപ്പിച്ചു കൊടുക്കാണ് വടകര മമതാജി തങ്ങളുപ്പാപ്പ, താഴേക്കോട് ഹസനുസാഹിദ് തങ്ങൾ, ശൈഖുൽ മശായിഖ് മടവൂര് ശൈഖുന അത് പഠിപ്പിക്കുകയാണ്. ഔസുൽ ആലം അതിന്റെ പ്രാധാന്യമാണ് ഉന്നയിൽ പേജുകളോളം പറഞ്ഞത്. ഈ രാവിനെയാണ് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ആദരിച്ചത്. കിഴിയനോറും നമ്മുടെ ബഹുമാനപ്പെട്ട പുല്ലൂക്കര ഉസ്താദും ഒക്കെ ആദരിച്ചത്. അവർക്കൊക്കെ മശായിഖ് ഉണ്ടായിരുന്നു. ആ പാരമ്പര്യത്തെ മുഴുവനും ധ്വംസിച്ച് നഷ്ടപ്പെടുത്തി സാക്ഷാൽ വഹാബികൾ പോലും, വഹാബി എന്നെ ചിലപ്പോ മാനിച്ചെന്ന് നടത്തൂല, വേറെ ദിവസം ഉണ്ടല്ലോ എന്ന് കരുതും. അതുപോലും അതെന്നെങ്ങൾ രണ്ടാമതും നിശ്ചയിച്ച് പവർ പറയാണ്, ഞങ്ങള് നോമ്പ് തുറക്കണത് ഒഴിവാക്കി ഇങ്ങോട്ടാക്കി. അത് തിന്നിന്റെ വിഷയത്തിൽ പ്രശ്നം വരുന്നുള്ളതുകൊണ്ടാ അതിന്റെ പവർ മുഴുവൻ കിടക്കുന്നത് ആ രാത്രിയിലാണ്. ലൈലൻ, രാത്രിയിൽ എന്നല്ലേ പറഞ്ഞത്. എന്താണ് ആ രാത്രിയുടെ പവർ? അത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് ചെറുവണ്ണൂരിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗം കൂടി നിങ്ങൾ കേട്ടോളൂ, പറയട്ടെ.